എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദാ 2026 എത്താനായിട്ട് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷനെ കുറിച്ചാണ്. ഒത്തിരി പേര് എല്ലാ വർഷവും തുടങ്ങുമ്പോൾ ഓക്കെ ഈ വർഷം എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അതിപ്പോൾ ഫിസിക്കലി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ വൈസ് ആവാം, മെൻ്റലി ആവാം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ റെസൊല്യൂഷൻസ് എടുക്കുന്നവരുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, എത്രത്തോളം പേര് അതിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഇപ്പം നമ്മളൊരു എംപ്ലോയറിൻ്റെ അടുത്ത് നമ്മൾ ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരുന്ന റോൾസിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയേഴ്സും ഒരു ഹാഫ് ഇയർലി അല്ലെന്നുണ്ടെങ്കിൽ ആനുവലി ഒരു റിവ്യൂ ചെയ്യും നമ്മൾ. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത വർഷത്തെ ബോണസ്, പ്രൊമോഷൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന റെസൊല്യൂഷൻസിൽ എത്രത്തോളം പേര് ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ 2023, 2024, 2025 ഒരേ ഗോൾസ് ആയിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും നമ്മുടെ ചുറ്റും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എവിടെയോ ആ ഒരു ഡിസിപ്ലിൻ ബ്രേക്ക് ആവുന്നു, അല്ലെങ്കിൽ എവിടെയോ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതായി പോകുന്നു. 2026 തുടങ്ങുമ്പോൾ ഒരു ആനുവൽ ഗോൾ വയ്ക്കാതെ ഒരു 3 months ഗോൾ വയ്ക്കാം. അതായത് അടുത്ത 3 മാസത്തിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ഈ ഓരോ 3 മാസത്തെ ഗോളും ഒത്തുചേർന്ന് നിങ്ങളുടെ ആനുവൽ ഗോളിനെ ഹെൽപ്പ് ചെയ്യണം. ഓരോ 3 മാസം കഴിയുമ്പോഴും ഇതൊന്ന് റിവ്യൂ ചെയ്യുക. അതായത് എൻ്റെ ഈ ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 3 മാസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ എത്രത്തോളം ചെയ്ത് ഫിനിഷ് ചെയ്തു, ഇനി എത്രത്തോളം പെൻഡിങ് ഉണ്ട്, അത് അത്രയും പെൻഡിങ് വരാനായിട്ട് കാരണം എന്താണ്, ഇനി അത് ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെ അടുത്ത 3 മാസത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ട്. ഈ 3 മാസത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മാസത്തിലും ഇന്ന കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ഓരോ മാസത്തിലെ ടാസ്കും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീക്കിലും ഇത്രത്തോളം അവേഴ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ വീക്കിലും ഇത്ര അവേഴ്സ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡേയിൽ നമ്മൾ എത്രത്തോളം അവർ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ ഇങ്ങനെ നിങ്ങളുടെ ഗോൾസിന് ടൈം പീരീഡ് കുറച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോളിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഒപ്പം തന്നെ അത് വർക്കൗട്ട് ചെയ്യിക്കാനുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് മുന്നിൽ വരും. സോ ഇനി 2026 റെസൊല്യൂഷൻ ചെയ്യാൻ പോകുന്ന എല്ലാവരും നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു റിവ്യൂ പ്ലാനും കൂടി സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫൈനാൻസസ്, നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു എക്സ്പേർട്ട് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക്